സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് ഇ.ഡി. വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് എതിരെ ബാങ്ക് ഭരണസമിതികൾ നടപടി എടുക്കുന്നില്ല. സഹകരണ ബാങ്കുകൾ നിയമവിരുദ്ധമായി വായ്പകൾ അനുവദിക്കുന്നുവെന്നും ഇ.ഡി. ഡെപ്യൂട്ടി ഡയറക്ടർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ബിനിലുണ്ട്. ബിനിൽ, ബാങ്കുകളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയ ചട്ടലംഘനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഇ.ഡിയുടെ സത്യവാങ്മൂലം? പ്രജീഷ്, ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന ഇ.ഡി അന്വേഷണത്തിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രജീഷ് ചോദിച്ചതുപോലെ 18 ബാങ്കുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അഫിഡവിറ്റാണ് നൽകിയിരിക്കുന്നത്. അയ്യന്തോൾ, തുമ്പൂർ, നടക്കൽ, മാവേലിക്കര, മൂന്നിലവ്, അങ്ങനെ സംസ്ഥാനത്തെ കണ്ടല അടക്കം 18 ബാങ്കുകൾ, കരുവന്നൂരടക്കമുള്ള ബാങ്കുകളുടെ കാര്യം നമുക്കറിയാം. അതല്ലാതെ മൊത്തം 18 ബാങ്കുകളിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഈ അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങളാണ് കൈമാറിയിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്നാണ് ഇ.ഡി ആരോപിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാജ ലോണുകൾ നൽകുന്നു, നിയമവിരുദ്ധമായി ലോണുകൾ നൽകുന്നു. ഇത്തരത്തിൽ ഈട് വെച്ച് ലോൺ എടുത്തവർക്കെതിരെ തിരിച്ചടവ് മുടങ്ങിയിട്ടും ബാങ്ക് ഭരണസമിതികൾ നടപടിയെടുക്കുന്നില്ല എന്നുകൂടി ഇ.ഡി ഹൈക്കോടതി അറിയിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിക്ഷേപകരുടെ പണം സംരക്ഷിക്കുക എന്നത് ബാങ്കിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ബാങ്ക് വായ്പ നൽകുന്നു, വ്യാജ വായ്പകൾ നൽകുന്നു. ആ വ്യാജ വായ്പകൾക്കെതിരെ നടപടി പോലും ബാങ്ക് ഭരണസമിതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണം കൂടി ഇ.ഡി ഈ സത്യവാങ്മൂലത്തിലൂടെ ഈ സഹകരണ ബാങ്കുകളുടെ ഇത്തരം നടപടിക്രമങ്ങൾ, കരുവന്നൂരടക്കം പല ബാങ്കുകളുടെയും അവസ്ഥകൾ, അങ്ങനെ ഭീമമായ കണക്കുകൾ, തട്ടിപ്പിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോഴൊക്കെ ഈ കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി വരുന്ന റിപ്പോർട്ടിന്മേൽ സത്യവാങ്മൂലത്തിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇനിയുള്ള നടപടികൾ, തുടർ നടപടികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാകില്ലേ ബിനിൽ? പ്രജീഷ്, തീർച്ചയായും സഹകരണ വകുപ്പ് മറുപടി പറയേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതികൾ, അത് നമ്മുടെ നാട്ടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന ഭരണസമിതികൾ തന്നെയാണുള്ളത്. ആ ഭരണസമിതികൾ വഴിവിട്ട ലോണുകൾ അനുവദിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ പ്രധാനമായും ഇ.ഡി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ സഹകരണ ബാങ്കുകൾക്ക് ഓരോ പ്രവർത്തന മേഖലയുണ്ട്. ആ പ്രവർത്തന മേഖലയ്ക്ക് പുറത്ത് വായ്പകൾ അനുവദിക്കുന്നു. അതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതടക്കമാണ് ഇ.ഡി ഹൈക്കോടതി അറിയിക്കുന്നത്. അതായത് പ്രവൃത്തി പരിധിക്ക് പുറത്ത് വായ്പകൾ അനുവദിക്കുന്നു, വ്യാജ വായ്പകൾ അനുവദിക്കുന്നു. ഇത്തരത്തിൽ വായ്പാ ക്രമക്കേട് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ തിരിച്ചടവ് മുടങ്ങി ബാങ്കിന് നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ നടപടി പോലും ഈ ഭരണസമിതികൾ പലതും എടുക്കുന്നില്ല എന്നുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നത്. അതിൽ കരുവന്നൂരിലാണ് ഇതിന്റെ വലിയ ഇ.ഡിയുടെ ആദ്യ ഇടപെടൽ ഉണ്ടാകുന്നത്. അതുമുതൽ ഇങ്ങോട്ട് LDFും UDFും ഒക്കെ ഭരിക്കുന്ന ബാങ്കുകളുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് മൊത്തം 18 ബാങ്കുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി വരുന്നത്. അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ, ആ കേസുകളുടെ വിശദാംശങ്ങൾ അടക്കമാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ശരി, ബില്ലാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ച. സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്നാണ് ഇ.ഡി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ.